ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മോബി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്കിൾ ട്യൂബ് പഞ്ചറായാൽ സ്വന്തമായിട്ട് എങ്ങനെ അത് ഒട്ടിക്കാം എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടി അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പഞ്ചർ ഒട്ടിക്കാൻ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു ചെറിയൊരു ബേസിൻ്റെ അകത്ത് വെള്ളം, പിന്നെ വേണ്ടത് ഒരു സാൻഡ് പേപ്പറാണ്. അത് ഉപയോഗിക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മരക്കഷ്ണത്തുമ്മൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കത്രികയാണ്, പിന്നെ ഒരു ചെറിയ പീസ് ട്യൂബ്, പിന്നെ ഒരു സൊല്യൂഷൻ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എയർ പമ്പാണ്. എയർ പമ്പ് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ആദ്യം ഇതുപോലെ എയർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് എവിടെയാണ് ലീക്കേജ് എന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആളെ കിട്ടി. എവിടെയൊക്കെയാണ് പാച്ച് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതൊരു പെന്നുപയോഗിച്ച് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കംപ്ലീറ്റ് വൃത്തിയായിട്ടൊന്ന് തുടയ്ക്കുക. അതിന് ശേഷം എയർ കംപ്ലീറ്റ് ഒഴിച്ച് കളയാം. അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച സ്ഥലം അത് നല്ല വൃത്തിയിൽ ഇതുപോലെ അങ്ങ് വരയ്ക്കുക. ഫിനിഷായിട്ട് ഉരച്ചെടുത്തതിന് ശേഷം ഇത് പൊടിയോ അല്ലെങ്കിൽ ഓയിലിൻ്റെ അംശങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകരുത്. അങ്ങനത്തെ രീതിയിൽ ഉരച്ചെടുക്കുക. പിന്നെ ചെയ്യുന്നത് ഇതുപോലൊരു ട്യൂബിൻ്റെ പീസ് എടുക്കുക. തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒരു അളവിന് കണക്കായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ നല്ലൊരു ഫൈൻ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതും ഇതേപോലെ തന്നെ നമ്മൾ ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുക. വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം വെച്ചാൽ ഇതിൻ്റെ ഈ എഡ്ജസ് ഉണ്ടല്ലോ, ഈ എഡ്ജസ് നല്ല ക്ലീനായിട്ട് കുറച്ച് നൈസായിട്ട് വരയ്ക്കണം. അപ്പോഴാണ് ഇത് ക്ലീനായിട്ട് ഒട്ടുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് പീസും നല്ല ഫൈനായിട്ട് ക്ലീനാക്കി അതിന് ശേഷം നമ്മൾ സൊല്യൂഷൻ എടുക്കുക. ഒന്നുകൂടി ഒന്ന് ഞാൻ സൊല്യൂഷൻ അപ്ലൈ ചെയ്യേണ്ടത്. സൊല്യൂഷൻ ഇപ്പോൾ ഇതുപോലെ ആവശ്യമുള്ള ഭാഗത്ത് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് വിരൽ നല്ലോണം അമർത്തിയിട്ട് തേക്കണം കേട്ടോ.
പല ആൾക്കാരും ചെയ്യുന്നതാണ് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് മാത്രം. പക്ഷേ എങ്കിൽ അന്നേരത്ത് പെട്ടെന്ന് തന്നെ ഈ പഞ്ചർ പിന്നെ അവിടെ തന്നെ ലീക്കേജ് വരും. അതേപോലെ തന്നെ ഇതിലും സൊല്യൂഷൻ അപ്ലൈ ചെയ്യുക. ഇതേപോലെ തന്നെ നല്ല പ്രസ് ചെയ്തിട്ട് നല്ല തേച്ച് പിടിക്കുക. കുറച്ച് കയ്യിലൊക്കെ ആവും. ഒന്ന് ഡ്രൈ ആവണം. അതിനുശേഷം നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക. അപ്പോൾ നമുക്കിനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പഞ്ചർ നല്ല ഫിനിഷായിട്ട് ഒട്ടിയിട്ടുണ്ട്. കണ്ടോ? ഒട്ടിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ അധ്യായത്തിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.